അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെ പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവമാക്കി NCP. പവാറിന്റെ ഭാര്യയും MP-യുമായ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പാർട്ടിയുടെ നേതൃപദവിയിലേക്കും കൊണ്ടുവരാനാണ് നീക്കം. സുനേത്ര പവാർ തയ്യാറായില്ലെങ്കിൽ പ്രഫുൽ പട്ടേലിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതിനിടെ ബാരാമതി വിമാന ദുരന്തത്തിൽ 60 മണിക്കൂറിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് DGCAക്ക് നിർദ്ദേശം നൽകി. അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തും എന്നതിലാണ് NCPയിലെ ചർച്ച. ഉപമുഖ്യമന്ത്രി കസേരയിലേക്ക് അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയെ എത്തിക്കണമെന്ന ആവശ്യവുമായി NCP മന്ത്രിമാർ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. വരും ദിവസങ്ങളിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ സുനേത്ര പവാറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. നിലവിൽ രാജ്യസഭാംഗമായ സുനേത്രയെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്ന നിർദ്ദേശം. നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ സുനേത്ര തയ്യാറായില്ലെങ്കിൽ പ്രഫുൽ പട്ടേലാണ് പരിഗണനയിലുള്ളത്. ഇതിനിടെ NCP ലയന നീക്കങ്ങളും അണിയറയിൽ സജീവമാണ്. NCP വിഭാഗങ്ങളുടെ ലയനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അജിത് പവാർ നേതൃത്വം നൽകിയിരുന്നെന്നും അത് അന്തിമഘട്ടത്തിലായിരുന്നെന്നും മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചു. അജിത് പവാറിന്റെ വിയോഗത്തിന് പിന്നാലെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. പവാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ പാർട്ടിക്ക് തന്നെ നൽകണമെന്ന് NCP ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ധനകാര്യം ഏറ്റെടുത്തേക്കും എന്നാണ് റിപ്പോർട്ട്. അതേസമയം ബാരാമതി വിമാന ദുരന്തത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ബ്ലാക്ക് ബോക്സ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് 60 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് DGCAക്ക് നൽകിയ നിർദ്ദേശം. വിമാനം 2 തവണ ലാൻഡിങ്ങിന് ശ്രമിച്ചതിൽ ദുരൂഹതയും സംശയിക്കുന്നുണ്ട്. മോശം കാലാവസ്ഥയും കാഴ്ചാപരിധിയിലുണ്ടായ കുറവുമാണ് പ്രാഥമികമായി അപകട കാരണമായി വിലയിരുത്തുന്നത്. ബാരാമതി വിമാനത്താവളത്തിൽ സ്ഥിരം ATC ഇല്ലാത്തതും അഗ്നിശമന സംവിധാനത്തിന്റെ അഭാവവും ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് കണ്ടെത്തൽ. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.